നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചിയോടെ പുഴക്കക്ക റോസ്റ്റ് ചെയ്തെടുക്കാം. ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. പുഴക്കക്ക പുഴുങ്ങിയെടുത്ത് അതിൽ നിന്നും വേർതിരിച്ചെടുത്ത ഇറച്ചിയാണ് ഇത്. 1/2 കിലോ കക്കയാണ് ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. വൃത്തിയാക്കിയ കക്ക ഇറച്ചി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പുഴയുടെ കരയിൽ നിന്നും വാങ്ങിയ കക്ക ഇറച്ചിയാണ്. പുഴുങ്ങിയെടുക്കാത്ത കക്ക ഇറച്ചിയാണെങ്കിൽ നിങ്ങൾ കുക്കറിലിട്ട് പുഴുങ്ങിയ ശേഷം മാത്രമേ വറുക്കുവാൻ ഉപയോഗിക്കാവൂ. ഇപ്പോൾ കക്കയിൽ നിന്നും വെള്ളം പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർക്കണം. മുളക് പൊടിയുടെ ഇരട്ടി മല്ലിപ്പൊടി ചേർക്കണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീ നന്നായി കൂട്ടി വെച്ചോളൂ. ഇതിലേക്ക് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. 3 തണ്ട് വേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. വേപ്പില ഇതിൽ യോജിപ്പിക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂൺ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ഇട്ട് കൊടുത്ത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചോളൂ. കക്കയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിൽ അരമുറി നാളികേരം ചേർത്ത് നന്നായി മൊരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ രുചികരമാണ്. ഞാനിവിടെ നാളികേരം ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കക്ക വറുത്തെടുക്കാതെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർക്കാനുണ്ട്. കക്കയിലെ വെള്ളമെല്ലാം ഇപ്പോൾ വറ്റിക്കഴിഞ്ഞു. ചീനച്ചട്ടിയുടെ ഒരു ഭാഗത്തേക്ക് കക്ക മാറ്റി വെച്ച് അതിന് നടുവിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തു. വെളിച്ചെണ്ണ നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലേക്കാണ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ സവാള അരിഞ്ഞതിൽ പകുതിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് കക്കയോടൊപ്പം ഇത് ഇളക്കി ചേർക്കാം. ഇപ്പോൾ 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വച്ചോളൂ. സവാളയുടെ കളർ ഇതോടൊപ്പം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് ഇളക്കി ചേർക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ല മണം വരുന്നുണ്ട്. വായിൽ വെള്ളമൂറും. ഇനി നമുക്ക് ബാക്കിയുള്ള സവാള കൂടി ഇതിൽ ചേർക്കാം. ഇത് റോസ്റ്റിൽ മൊരിയാതെ കിടന്നുകൊള്ളും. അത് കടിക്കാനാണ് രസം. ഈ സമയത്ത് 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കുക. ഇഞ്ചിയും അധികം മൊരിഞ്ഞു വരരുത്. റോസ്റ്റിൽ ഇതും നമുക്ക് കടിക്കുവാൻ കിട്ടണം. അതാണ് അതിൻ്റെ രുചി. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഏത് കറിയും ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല രുചിയും ഉണ്ടാകും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. തീ നന്നായി കൂട്ടി വെച്ചോളൂ. പെട്ടെന്ന് വെന്ത് റോസ്റ്റ് ആവട്ടെ. അതോടൊപ്പം തന്നെ തീ കൂടി കരിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം. ഈ സമയത്ത് 2 തണ്ട് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി വേവിച്ചെടുത്തോളൂ. വേപ്പില കുറച്ചുകൂടി വെന്ത് വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മുരിച്ചിൽ ആയിക്കോട്ടെ.
ഇനി നമുക്ക് രുചിച്ചു നോക്കി ഉപ്പ് പോരായെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് പോരായ്മയുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തീ ഒരല്പം കൂടുതലാണ്. നമുക്ക് കുറച്ച് വയ്ക്കാം. ഇപ്പോൾ കക്ക റോസ്റ്റ് ഏകദേശം ശരിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി വാങ്ങി വയ്ക്കാം. അങ്ങനെ കക്ക റോസ്റ്റ് റെഡിയായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.